ഹലോ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങാൻ പോകുന്നത്. സത്യസന്ധമായിട്ട് മറുപടി പറയണേ. രാവിലെ അലാറം അടിക്കുമ്പോൾ നിങ്ങൾ ഉടനെ എഴുന്നേൽക്കുന്ന ആളാണോ? അതോ ഇനി 5 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടക്കുന്ന ആളാണോ? ആ 5 മിനിറ്റ് 10 മിനിറ്റ് ആകാം, പിന്നെ അത് 20 മിനിറ്റ് ആകാം. അവസാനം സമയം നോക്കുമ്പോൾ ഞെട്ടി ചാടി എഴുന്നേറ്റ് ഓടി നടക്കുന്ന ആളാണോ നിങ്ങൾ? അപ്പോൾ മനസ്സിൽ തോന്നാറില്ലേ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? മറ്റുള്ളവർക്ക് എങ്ങനെ ഇത്ര എളുപ്പത്തിൽ രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നു? ഞാൻ ഇത്ര മടിയനാണോ? ഇങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? സത്യത്തില് ഈ വീഡിയോ കാണുന്ന പലരും ഇപ്പോൾ മനസ്സിൽ പറയുന്നുണ്ടാകും, അതെ, ഇത് എന്റെ കാര്യമാണ്. കാരണം പലരും കരുതുന്നത് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ കഴിയാത്തത് മടി കൊണ്ടാണെന്നാണ്. പക്ഷെ സത്യം അതല്ല. നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകള്, ചെറിയ ശീലങ്ങള്, ചെറിയ ചിന്താരീതികള്, ഇതൊക്കെയാണ് നമ്മളെ രാവിലെ കിടക്കയിൽ പിടിച്ചു നിർത്തുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്റർനെറ്റിൽ എവിടെയെങ്കിലും കാണുന്ന സാധാരണ ടിപ്പുകളല്ല. നമ്മുടെ വീടുകളിൽ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊന്ന് മാറ്റിയാൽ തന്നെ വലിയ മാറ്റം അനുഭവപ്പെടാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണണം. കാരണം അവസാനത്തെ പോയിന്റ് വരെ നിങ്ങൾ കേട്ടാൽ ഇതിൽ ഏതെങ്കിലും ഒരു കാരണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, രാത്രി നിങ്ങൾ ശരിക്കും ഉറങ്ങുന്നുണ്ടോ? ഈ ചോദ്യം കേട്ടപ്പോൾ നിങ്ങൾ പറയും, അതെ, ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല. നമ്മൾ ബെഡിൽ വന്ന് കിടക്കുന്നതിനെ ഉറക്കം എന്ന് പറയാൻ പറ്റില്ല. ശരീരം വിശ്രമിക്കണം, മനസ്സ് വിശ്രമിക്കണം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാത്രി കിടക്കാൻ പോകുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഫോൺ കയ്യിലെടുക്കാറില്ലേ? ഈ ഒരു വീഡിയോ മാത്രം, അല്ലെങ്കിൽ ഈ ഒരു റീൽ മാത്രം, ഈ ഒരു മെസ്സേജ് മാത്രം നോക്കട്ടെ, അങ്ങനെ പറഞ്ഞ് സമയം പോകാറില്ലേ? നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മുടെ തലച്ചോറ് ഇപ്പോഴും ഉണർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കിടന്നിട്ടും ഉടനെ ഒന്നും ഉറക്കം വരാത്തത്. പിന്നെ രാവിലെ അലാറം അടിക്കുമ്പോൾ ശരീരം പറയുന്നത് എനിക്ക് ഇനിയും ഉറങ്ങണം എന്നാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ചെറിയ കാര്യം ചെയ്യാമോ? ഉറങ്ങുന്നതിന് കുറഞ്ഞത് അരമണിക്കൂർ മുമ്പെങ്കിലും ഫോൺ ഒന്ന് മാറ്റിവെച്ച് നോക്കി. ആദ്യത്തെ ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും, അതേപോലെ രണ്ടാമത്തെ ദിവസവും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം അനുഭവപ്പെടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തേതുപോലെ ഇത്ര ക്ഷീണം ഉണ്ടാകില്ല. ഒരു കാര്യം ഓർക്കണേ, രാവിലെ എഴുന്നേൽക്കുന്നത് രാവിലെ തീരുമാനിക്കുന്ന കാര്യമല്ല, അത് തീരുമാനിക്കുന്നത് തലേ ദിവസം രാത്രിയിലാണ്. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം ചോദിക്കട്ടെ, രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കുറ്റം പറയുന്നത് ആരെയാണ്? നമ്മളെ തന്നെയല്ലേ? എനിക്ക് എന്താ ഇങ്ങനെ? ഞാൻ ഇത്ര മടിച്ചിയാണോ? ഒരു അലാറം കേട്ട് എഴുന്നേക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ മനസ്സിൽ പറയാറില്ലേ? പക്ഷെ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചേ, നിങ്ങൾ ശരിക്കും മടിയുള്ള ഒരാളാണോ? അതോ നിങ്ങളുടെ മനസ്സാണോ ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്നത്? സത്യമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാത്രി കിടക്കാൻ പോകുന്നത് വരെ നിങ്ങൾക്ക് വിശ്രമം കിട്ടുന്നുണ്ടോ? ഒരു ജോലി കഴിഞ്ഞാൽ അടുത്ത ജോലി, അത് കഴിഞ്ഞാൽ വീണ്ടും വേറൊരു ജോലി. അടുക്കള ഒതുക്കണം, കുട്ടിയുടെ ബാഗ് നോക്കണം, നാളെ രാവിലെ എന്ത് കറി വെക്കണമെന്ന് ആലോചിക്കണം, ഫ്രിഡ്ജിൽ സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം, കറണ്ട് ബില്ല് അടച്ചോ? ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും മനസ്സിലൂടെ കടന്നു പോകുന്നില്ലേ? പുറമേ നിന്ന് നോക്കുമ്പോൾ അവർക്ക് തോന്നും ഇവൾ വെറുതെ കിടക്കുകയാണ്. പക്ഷെ കിടക്കയിൽ കിടക്കുന്നത് ശരീരമാണ്, മനസ്സ് അപ്പോഴും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാൽ പോലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷവും തോന്നാത്തത്. കാരണം ക്ഷീണിച്ചത് നമ്മുടെ ശരീരമല്ല, മനസ്സാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തിന് ഉറക്കം കൊടുത്താൽ മാത്രം പോരാ, മനസ്സിനും വിശ്രമം കൊടുക്കണം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. കിടക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് എല്ലാ ജോലിയും ഒന്ന് മാറ്റി വെക്കൂ. നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണോ? അതൊരു പേപ്പറിൽ എഴുതി വെക്കൂ, അല്ലെങ്കിൽ ഫോണിലെ നോട്ട്സിൽ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മനസ്സിനോട് ഒരു കാര്യം മാത്രം പറയണം, ഇന്നത്തേക്ക് മതി, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ നോക്കാം. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ചെറിയ കാര്യമാണെന്നൊക്കെ തോന്നും, പക്ഷെ ഇത് മനസ്സിന് കിട്ടുന്ന വലിയൊരു ആശ്വാസമാണ്. നമ്മൾ പലപ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും നാളത്തെ ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉറക്കം ആഴത്തിൽ നമുക്ക് കിട്ടാത്തത്. ഇന്നൊരു ദിവസം ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയേ. നാളെ എന്ത് ചെയ്യണമെന്ന ചിന്ത അത് നാളെ മതി. ഇപ്പോൾ മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ രാവിലെ അലാറം അടിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ ഇത്രയും ഭാരം തോന്നില്ല. കാരണം രാവിലെ എഴുന്നേൽക്കുന്നത് രാവിലെ തീരുമാനിക്കുന്ന കാര്യമല്ല, അത് തീരുമാനിക്കുന്നത് തലേ ദിവസം രാത്രി നമ്മുടെ മനസ്സ് എത്ര ശാന്തമായിരിക്കുന്നു എന്നതിലാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം കേട്ടാല് ചിലതൊക്കെ ചിരിക്കും. പക്ഷെ സത്യത്തില് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തതിന് ഇതും ഒരു വലിയ കാരണം തന്നെയാണ്. രാവിലെ അലാറം അടിച്ചാല് ആദ്യം കൈ പോകുന്നത് എവിടേക്കാണ്? ഫോണിലേക്കല്ലേ. അലാറം ഓഫ് ചെയ്യും, പിന്നെ വിചാരിക്കും സമയം എത്രയായെന്നൊന്ന് നോക്കിയേക്കാന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണും, ഇതിന് മാത്രം ഒന്ന് മറുപടി കൊടുത്തേക്കാന്ന് വിചാരിക്കും.
പിന്നെ അവിടെ നിന്ന് വാട്സപ്പ് തുറക്കും, അവിടെ നിന്ന് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെ 5 മിനിറ്റ് എന്ന് നമ്മൾ വിചാരിച്ചൊരു കാര്യം 20 മിനിറ്റ് ആയി മാറും. പിന്നെ എന്തായിരിക്കും? അവസാനം എഴുന്നേൽക്കുമ്പോഴേക്കും മനസ്സിന് ഒരു സമാധാനവും ഉണ്ടാവില്ല. കാരണം എഴുന്നേറ്റ് ആദ്യ നിമിഷം മുതൽ നമ്മൾ നമ്മുടെ ജീവിതമല്ല നോക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതമാണ്. അത് കഴിഞ്ഞ് പിന്നെയാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ കണ്ണു തുറന്ന ഉടനെ തന്നെ നമ്മുടെ ഫോൺ എടുത്ത് നോക്കേണ്ട അത്ര അത്യാവശ്യമുള്ള എന്ത് കാര്യമാണുള്ളത്? മിക്കവർക്കും ഒന്നും ഉണ്ടാവില്ല. അത് വെറും ഒരു ശീലമാണ്. ആ ശീലം നമ്മൾ അറിയാതെ രാവിലെ കിട്ടേണ്ട ഉന്മേഷം കുറയ്ക്കും. അതുകൊണ്ട് ഒരു ചെറിയ കാര്യം പരീക്ഷിച്ചു നോക്കൂ. രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ 15 മിനിറ്റ് ഫോൺ തൊടാതെ ഇരിക്കുക. ആദ്യമായിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകൂ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ, ജനൽ തുറന്ന് പുറത്തേക്ക് ഒന്ന് നോക്കൂ, 5 മിനിറ്റ് ശാന്തമായിട്ടിരിക്കൂ. അതിനുശേഷം വേണമെങ്കിൽ ഫോൺ ഒന്ന് എടുക്കാം. ഈ ഒരു മാറ്റം മാത്രം ചെയ്താലും നിങ്ങളുടെ ദിവസം തുടങ്ങുന്ന രീതിയിൽ വലിയ വ്യത്യാസം വരും. കാരണം രാവിലെ കിട്ടുന്ന ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ അത് നമ്മുടെ ദിവസം മുഴുവൻ എങ്ങനെയായിരിക്കാം എന്ന് തീരുമാനിക്കുന്ന സമയമാണ്. ആ സമയം ഫോണാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ നമുക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ആ തീരുമാനം നമ്മുടെ കയ്യിലാണ്. അതൊന്ന് മാറ്റി നോക്കാം. മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. 4-മത്തെ കാര്യം, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ ചിലർ പറയും അതൊക്കെ എനിക്കറിയാം. പക്ഷെ അറിയുന്നതും അത് ചെയ്യുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. നമ്മളിൽ പലരും ഒരു ദിവസം രാത്രി അങ്ങ് തീരുമാനിക്കും, നാളെ മുതൽ ഞാൻ 5 മണിക്ക് തന്നെ എഴുന്നേക്കും. വളരെ ആവേശത്തിലായിരിക്കും ആ ഒരു തീരുമാനം. പക്ഷെ രാവിലെ അലാറം അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനസ്സ് പറയും ഇന്ന് മുതൽ വേണ്ട, നാളെ മുതൽ തുടങ്ങാം. അങ്ങനെ ആ നാളെ പിന്നെയും പിന്നെയും നീളും. നിങ്ങൾക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് പറയണേ. ഒരുപാട് പ്രാവശ്യം തീരുമാനിച്ചിട്ടും നടക്കാതെ പോയിട്ടില്ലേ? അതിന്റെ കാരണം നമുക്ക് എഴുന്നേക്കാനുള്ള മനക്കരുത്ത് കുറവൊന്നുമല്ല, നമ്മൾ ഒരു ദിവസം വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് കൊണ്ടാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്കാണ് എഴുന്നേക്കുന്നതെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നാളെ മുതൽ 5 മണിക്ക് എഴുന്നേക്കണോ എന്ന് പറഞ്ഞാൽ ശരീരം അത് സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കാരണം ഇത്രയും ദിവസം ഒരു സമയമാണ് ശരീരം ശീലിച്ചു വരുന്നത്. അതിനെ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? വലിയ മാറ്റങ്ങളൊന്നും വേണ്ട, ചെറിയ മാറ്റം മതി. നാളെ മുതൽ വെറും 10 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് നോക്കി. അതെ, വെറും 10 മിനിറ്റ് മാത്രം. 10 മിനിറ്റ് കൊണ്ട് എന്ത് മാറ്റമാണെന്ന് ചിലർ ചോദിക്കാം. പക്ഷെ വലിയ മാറ്റങ്ങൾ എല്ലാം ഇങ്ങനെയുള്ള ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് വരുന്നത്. ഒരാഴ്ച 10 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ്, പിന്നെ അടുത്ത ഒരാഴ്ച വീണ്ടും 10 മിനിറ്റ് കൂടി നേരത്തെ ആക്കൂ. ഇങ്ങനെ പതിയെ പതിയെ ശരീരം അതിനോട് പൊരുത്തപ്പെടും. അപ്പൊ ബുദ്ധിമുട്ടും കുറയും. മറ്റൊരു കാര്യം, രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ അയ്യോ ഇന്ന് എത്ര ജോലിയുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങരുത്. അങ്ങനെ ചിന്തിച്ചാൽ വീണ്ടും കിടക്കയിൽ തന്നെ കിടക്കാനായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. പകരം മനസ്സിനോട് ഒരു ചെറിയ കാര്യം പറയൂ, ആദ്യം എഴുന്നേൽക്കാം, ബാക്കി പിന്നെ നോക്കാം. ഇത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമാണെന്ന് തോന്നും. പക്ഷെ മനസ്സിനെ നമ്മൾ എങ്ങനെ സംസാരിപ്പിക്കുന്നു എന്നതും നമ്മുടെ ശീലങ്ങളെ ഒരുപാട് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ വലിയ തീരുമാനങ്ങൾ എടുക്കണ്ട, ചെറിയ തീരുമാനങ്ങൾ എടുത്ത് അത് പാലിക്കാനായിട്ട് ശ്രമിക്കൂ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ല, പതിയെ ഒരു ശീലമായി മാറും. 5-മത്തെ കാര്യം, സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. അവള് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, അവന് എല്ലാ ദിവസവും വ്യായാമം ചെയ്യാം, എനിക്ക് മാത്രം ഒന്നും പറ്റുന്നില്ല. ഇങ്ങനെ പറയരുത്. ഓരോ വീട്ടിലെയും സാഹചര്യങ്ങൾ വേറെ വേറെയാണ്. ഓരോ മനുഷ്യന്റെ ജീവിതവും വേറെയാണ്. നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന നമ്മളെക്കാൾ ഇന്ന് ഒരു ചെറിയ മാറ്റം വരുത്തിയാലും മതി. ഇന്ന് 10 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റാൽ അത് ഒരു വിജയമാണ്. അത് അംഗീകരിക്കണം. കാരണം വലിയ മാറ്റങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് വരില്ല. എല്ലാ വലിയ ശീലങ്ങളും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്നുമാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ അലാറം അടിക്കുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയരുത്. പകരം ഇന്ന് ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി നന്നായി ശ്രമിക്കാം, ആ ഒരു ചിന്ത മാത്രം മതി. പതിയെ പതിയെ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിക്കോളും. അപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ഇന്നു മുതൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ. ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം മാറണമെന്നില്ല, പക്ഷേ ചെറിയ ചെറിയ ശീലങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുന്നത് ഇന്നത്തോടെ നമുക്ക് നിർത്താം. പകരം സ്വയം കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്